നമസ്കാരം. ഒരേ സമയം 5000 പേർക്ക് അന്നദാനം നൽകാനാവുന്ന അന്നദാന മണ്ഡപം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും 25,000 പേർക്കാണ് അന്നദാനം നൽകുന്നത്. 3 നേരവും വ്യത്യസ്തമായ ഭക്ഷണവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിലാണ്. ഇപ്പോൾ ഉച്ചഭക്ഷണം അന്നദാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 1000-ലധികം സ്വാമിമാരാണ് ഇപ്പോൾ അന്നദാനം കഴിക്കുന്നതിനായി ഹാളിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് നേരിട്ട് തന്നെയാണ് അന്നദാനം നടത്തുന്നത്. നമുക്ക് അന്നദാന ഹാളിലെ കാഴ്ചകൾ കാണാം. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ അന്നദാനം ശബരിമലയിൽ വന്നിട്ട് അന്നദാന മണ്ഡപത്തിൽ വന്നു ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ നമ്മൾ ഉപ്പുമാവ്, കടലക്കറി, അതിന്റെ കറി, ചുക്കുകാപ്പി, ഉച്ചയ്ക്ക് പുലാവ്, അതിന്റെ കറി, വൈകുന്നേരം കഞ്ഞിക്കറി ഇത്രയും കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം നമ്മൾ ഒരു 25,000 അടുപ്പിച്ചുള്ള ഭക്തജനങ്ങള് അന്നദാന മണ്ഡപത്തിൽ വന്ന് ഭക്തജനങ്ങള് അന്നദാനം സേവിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മഹനീയമായ ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ അന്നദാനം പറഞ്ഞത്. ഇത് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമുക്ക് ഇവിടെ ഉള്ള ഫുഡ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തിരിക്കും. അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം തന്നെ നമ്മൾ ഒരു നേരം ഒരു ട്രിപ്പ് തന്നെ നമ്മൾ 10,200 മേൽ ഭക്തജനങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു നേരം ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട്. അന്നേരം പുറവിൽ നമുക്ക് വരുന്നവർക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. വരുന്ന അനുസരിച്ചുള്ള ഭക്തர்கள் അകത്ത് കയറി കഴിക്കുന്നവരും മാറും തോറും അവരെ കയറ്റി ഇരുത്താനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. അപ്പം ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു 20,000 അടുപ്പിച്ച ഭക്തകളും ഇവിടെ ഒന്ന് ആഹാരം കഴിക്കുന്നുണ്ട് നമുക്കത്. അപ്പം അതിനുവേണ്ടി ദേവസ്വം ബോർഡും നമ്മുടെ ജീവനക്കാരും മറ്റു കരാർ ജീവനക്കാരും എല്ലാവരും ഉണ്ട്. ഏകദേശം എല്ലാം ഭംഗിയായി തന്നെ പോയിക്കൊണ്ടിരിക്കും. മുൻകാലങ്ങളെ പോലെ തന്നെ ഒരു പരാതിരഹിതമായ രീതിയിൽ നന്നായി തന്നെ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു പദ്ധതി നമ്മൾ നന്നായി കൊണ്ടുപോകുന്നുണ്ട്. രാവിലെ എത്ര മണിക്കാണ്? രാവിലെ നമ്മൾ 6:30 ആയപ്പോഴത്തേക്ക് തുടങ്ങും. ഉച്ചയ്ക്ക് ഒരു 11:45 ആയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് തുടങ്ങും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 6:30 കഴിയുമ്പോഴത്തേക്ക് വൈകിട്ട് തുടങ്ങും. 3 നേരം 3 രാവിലെ ഉപ്പുമാവ്, കറി, മറ്റു ചുക്കുകാപ്പി, ഉച്ചയ്ക്ക് പുലാവ്, അതിന്റെ കറി, വൈകുന്നേരം കഞ്ഞിയും മറ്റേ കഞ്ഞിക്കറിയും കൂട്ടുകറി. ജീവനക്കാരൊക്കെ ജീവനക്കാരെല്ലാം ദേവസ്വം ബോർഡ് ജീവനക്കാരും നമ്മുടെ ഡെയിലി ബേസ് ജീവനക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കാര്യം ദേവസ്വം ബോർഡിന്റെ ഈ ഒരു ഉദ്യമം വളരെ ഭംഗിയായി തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. അന്നദാന മണ്ഡപം അന്നദാന മണ്ഡപം പണിഞ്ഞ ശേഷം നല്ല രീതിയിൽ നമുക്ക് അതിനുള്ള ഭക്തர்கள் ഇവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ട്, നന്നായി വരുന്ന ഭക്തരുണ്ട്. കാരണം ഇത്രയും പേർക്ക് ഇരിക്കാൻ സൗകര്യം തന്നെ നമുക്കുണ്ട്. വിശാലമായ അന്നദാനമാണ്. അപ്പൊ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. ഇവിടെ ദിവസം തോറും 25,000-ലധികം ഭക്തർക്കാണ് ദേവസ്വം ബോർഡ് അന്നദാനം നൽകുന്നത്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അത് ഏറെ ആശ്വാസകരവുമാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, ശബരിമല.